താഴ്വര ഭാഗം 2. കൊമാരു താഴ്വര കേതിരി പട്ടണത്തിന്റെ വടക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു സ്ഥലം. പ്രകൃതിയുടെ കരങ്ങളാൽ രൂപപ്പെട്ട ഈ താഴ്വര ദൈവം തന്ന സുന്ദരമായ ഒരു സമ്മാനമാണെന്ന് തോന്നും. കൊമാരുമലകളുടെ തെക്കൻ തീരത്ത് ഉയർന്ന കുന്നിൻ മുകളിൽ ഏക്കർ കണക്കിന് ഫലഭൂയിഷ്ഠമായ ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ താഴ്വര അതിൻ്റെ ശാന്തതയും സൗന്ദര്യവും കൊണ്ട് ഏവരെയും ആകർഷിക്കുന്നു. ഉയർന്ന മലനിരകൾ, പുരാതന കാവൽക്കാരായി നിൽക്കുന്ന പാറകൾ അവയുടെ കാലചരിത്രത്തിന്റെ മുറിവുകൾ കൊണ്ട് കൂടുതൽ ദൃഢമായിരിക്കുന്നു. താഴ്വരയുടെ വടക്കും പടിഞ്ഞാറുമായി അവ പരന്നു കിടക്കുമ്പോൾ കിഴക്ക് ഭാഗത്തായി പച്ചപ്പിൽ മൂടിയ വനം അതിന്റെ അനുഭവങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നു. തെക്ക് ഭാഗത്ത് താഴ്വര താഴേക്ക് ചരിയുന്നു. അതിലൂടെ ഒരു വഴി താഴേക്ക് പോകുന്നു. ഈ ചെറിയ വഴിയാണ് തനിമയുള്ള ഈ നാടിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്നത്. ഈ വഴി ചെന്നെത്തുന്നത് പ്രധാന പാതയിലാണ്. ഈ പാതയിലൂടെ 2 മൈൽ മുന്നോട്ട് പോയാൽ കേതിരി പട്ടണത്തിലെത്താം. താഴ്വര മൊത്തത്തിൽ ഒരു മികച്ച കലാസൃഷ്ടിയാണ്. പ്രകൃതിയുടെ കൈകൊണ്ട് വരച്ച മനോഹരമായ ഒരു ചിത്രം പോലെ. കമോരു സ്നേഹത്തിന്റെ താഴ്വരയാണ്. പ്രകൃതിയുടെ പ്രസരിപ്പും സ്വർഗത്തിന്റെ ശാന്തതയും സന്ധിക്കുന്ന സുന്ദരമായ ഒരു ഭൂപ്രകൃതി. വയലുകൾക്കരികിലായി പൂക്കളുടെ ഒരു കാലഡോസ്കോപ്പ് വിരിയുന്നു. അവയുടെ ഇതളുകൾ സങ്കല്പിക്കാവുന്ന എല്ലാ നിറത്തിലും തിളങ്ങുന്നു. അതിലോലമായ കാട്ടുപൂക്കൾ കാറ്റിൽ നൃത്തം ചെയ്യുന്നു. അവയുടെ സുഗന്ധം കാറ്റിൽ പറക്കുന്നു. പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ജനിച്ച ഒരു ചെറിയ അരുവി താഴ്വരയിലൂടെ ഒഴുകുന്നു. അവ കുറച്ചു ദൂരം തെക്കോട്ടൊഴുകി കിഴക്കോട്ട് തിരിഞ്ഞ് കാട്ടിൽ മറയുന്നു. താഴ്വര നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന ഒരു ഗ്രാമമാണ്. സന്തോഷങ്ങളും പ്രയാസങ്ങളും പങ്കിട്ട് ജീവിക്കുന്ന ഒരു അടുത്ത സമൂഹം. ഇവർ കർഷകരാണ്. ഓരോ കുടുംബവും സ്നേഹത്തോടെയും അർപ്പണബോധത്തോടെയും അവരുടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കുന്നു. അവരുടെ ജീവിതം ഭൂമിയുമായി ഇഴുകിച്ചേർന്നിരിക്കുന്നു. താഴ്വരയിലൂടെ ഒഴുകുന്ന അരുവിയിൽ നിന്നും വർഷത്തിൽ 2 തവണ പെയ്യുന്ന മഴയിൽ നിന്നുമാണ് അവരുടെ വിളകൾക്ക് വെള്ളം ലഭിക്കുന്നത്. വേനൽക്കാലമാകുമ്പോൾ ഈ അരുവി വറ്റിപ്പോകും. പിന്നീട് കൃഷിക്കായി അടുത്ത മഴ വരെ അവർ ക്ഷമയോടെ കാത്തിരിക്കും. എന്നാൽ താഴ്വരയുടെ പല ഭാഗത്തായി വേനൽക്കാലത്തും വറ്റാത്ത കിണറുകളുണ്ട്. ഇതിലെ വെള്ളമാണ് അവർ കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനുമായി ഉപയോഗിക്കുന്നത്. കൊമാരുവിലെ വീടുകൾ എളിമയുടെ പ്രതീകമാണ്. അവ മരം കൊണ്ടും ചെളി കൊണ്ടും നിർമ്മിച്ചവയാണ്. ഓരോ വീടിനും 2-3 മുറികളുണ്ടാകും. ചുമരുകളും തറയും ചെളികൊണ്ട് പാകിയ അവയുടെ മേൽക്കൂരകൾ സൂര്യപ്രകാശത്തിൽ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ഉണങ്ങിയ പുല്ലുകൾ കൊണ്ട് മേഞ്ഞിരിക്കുന്നു. ഓരോ വീടിനോടും ചേർന്ന് കന്നുകാലിത്തൊഴുത്തുണ്ട്. അവിടെ അവർ ആടുകളെയും കോഴികളെയും വളർത്തുന്നു. ഋതുക്കൾ അനുശ്വാസിക്കുന്ന ഒരു താളം പിന്തുടരുന്നതാണ് കൊമാരുവിലെ ജീവിതം. മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് തന്നെ അവർ കൃഷി ആരംഭിക്കും. ഉണങ്ങിയ മണ്ണ് ഉഴുതിമറിച്ച് വിത്തുകൾ വിതയ്ക്കും. എന്നിട്ട് മഴയ്ക്കായി കാത്തിരിക്കും. ഗോതമ്പും ചോളവുമാണ് പ്രധാന കൃഷി. മഴ പെയ്യുന്നതോടെ വിത്തുകൾ മുളച്ചു തുടങ്ങും. മലയുടെ മുകളിൽ നിന്നും അരുവി ഒഴുകാൻ തുടങ്ങും. ഈ അരുവി ചാലുകീറി ഓരോ കൃഷിയിടങ്ങളിലേക്കും ഒഴുക്കും. പിന്നീടുള്ളത് അശ്രാന്ത പരിശ്രമത്തിന്റെ നാളുകളാണ്. കുടുംബത്തിലെ എല്ലാവരും ഒന്നു ചേർന്ന് അവരവരുടെ വയലുകളിൽ പണിയെടുക്കുന്നു. വിളകൾക്ക് ആവശ്യമായ വെള്ളവും വളവും പരിചരണവും കൊടുത്ത് അവയെ പരുവപ്പെടുത്തിയെടുക്കുന്നു. തണുപ്പുകാലം തുടങ്ങുന്നതോടെ അവർ വിളകൾക്കിടയിൽ പച്ചക്കറികളും കൃഷി ചെയ്യും. ഇവയെല്ലാം ഒന്നിച്ചു വളരും. ഒരു കുടുംബത്തിലെ 9 വയസ്സിന് മുകളിൽ പ്രായമായവർ എല്ലാവരും വയലിൽ പണിയെടുക്കുന്നവരാണ്. 9 വയസ്സ് വരെ അവർക്ക് താഴ്വരയിലെ ചെറിയ സ്കൂളിൽ അടിസ്ഥാന വിദ്യാഭ്യാസം ലഭിക്കുന്നു. അവിടെ അവർ എഴുതാനും വായിക്കാനും എണ്ണാനും പഠിക്കുന്നു. കൊമാരുവിലെ വിദ്യാഭ്യാസം പ്രായോഗികമാണ്. അത് കാർഷിക ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ വേരൂന്നിയതാണ്. എന്നിരുന്നാലും അത് പുറം ലോകത്തെക്കുറിച്ചുള്ള ഒരു അവബോധം നൽകുന്നു. വേലാതറാണ് താഴ്വരയിലെ ഇപ്പോഴുള്ള അധ്യാപകൻ. അയാൾ കൊമാരുവിന്റെ പുറത്തുപോയി പഠിച്ചിട്ടുണ്ട്. വേനൽക്കാലം എത്തുന്നതിന് മുൻപ് തന്നെ വയലിലെ വിളകൾ പാകമാകുന്നു. പിന്നീട് സമൃദ്ധമായ ഈ വിളകൾ കൊയ്തെടുക്കുന്ന തിരക്കിലാകും എല്ലാവരും. വിളവെടുപ്പ് ഒരാഘോഷമാണ്. 2-3 കുടുംബങ്ങൾ ഒന്നിച്ചാണ് ഓരോ പാടത്തും കൊയ്ത്തിനിറങ്ങുന്നത്. ഒരു പാടം കൊയ്തു കഴിഞ്ഞാൽ അവർ അടുത്തതിലേക്ക് പോകും. ലാമിയുടെ കുടുംബം പതിവായി ഗോതമ്പാണ് കൃഷി ചെയ്യുന്നത്. ദായുവിന്റെ കുടുംബം ചോളവും. അവർ 2 കുടുംബങ്ങളും ഒന്നിച്ചാണ് കൊയ്ത്തിനിറങ്ങുന്നത്. ആദ്യം ചോളമാണ് വിളവെടുക്കുന്നത്. തൊലികൾ ഇളം തവിട്ട് നിറത്തിൽ ഉണങ്ങി ചുരുണ്ടു നിൽക്കുന്ന ചോളത്തിന്റെ കൂമ്പുകൾ ഒടിച്ചെടുത്ത് കൂടകളിൽ നിറച്ചു കൊണ്ടുപോയി വയലിന്റെ ഒരു ഭാഗത്തായി കൂട്ടിയിടുന്നു. പിന്നീട് ഉണങ്ങിയ കറ്റകൾ ഓരോ കെട്ടുകളായി മാറ്റിവെക്കുന്നു. കൊയ്ത്ത് കഴിയുമ്പോൾ ഓരോ വയലിലും വലിയ മല പോലെ ചോളങ്ങളുടെ കൂമ്പാരങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം അവർ ഗോതമ്പ് പാടത്തേക്കിറങ്ങും. പാകമായ ധാന്യത്തിന്റെ ഭാരത്താൽ വളഞ്ഞു നിൽക്കുന്ന അവയുടെ തണ്ടുകൾ നിലത്തോട് ചേർത്ത് വെട്ടിയെടുക്കുന്നു. ഉണങ്ങിയ ചോളത്തിന്റെയും പഴുത്ത ഗോതമ്പിന്റെയും ഗന്ധം ഇടകലർന്ന് വായുവിൽ പരക്കുന്നു. മെതിക്കാൻ പാകത്തിൽ കെട്ടിവെച്ചിരിക്കുന്ന ഗോതമ്പ് കറ്റകൾ എല്ലാവരും ചേർന്ന് ചുമന്ന് അതിനായി തയ്യാറാക്കിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. പരന്ന മരപ്പലകകളിൽ അവ അടിച്ചുകൊണ്ട് ധാന്യവും പതിരും വേർപെടുത്തുന്നു. അതിനു ചുറ്റും കൂടുന്ന കുട്ടികൾ ധാന്യങ്ങൾ വാരി മുകളിലേക്കെറിഞ്ഞും ഇളം പതിര് കാറ്റിൽ പറത്തിയും കളിക്കുന്നു. മെതിച്ചെടുത്ത ഗോതമ്പ് കൊട്ടകളിലേക്കും പിന്നീട് വലിയ സംഭരണികളിലേക്കും മാറ്റുന്നു.
ഓരോ വയലും കൊയ്തെടുക്കാൻ 2-3 ദിവസം വേണ്ടിവരും. ഈ അധ്വാനം എല്ലാവരെയും ക്ഷീണിപ്പിക്കുന്നതാണെങ്കിലും അവരെല്ലാവരും ഇത് ആസ്വദിച്ചാണ് ചെയ്തിരുന്നത്. വിളവെടുപ്പിന് ശേഷം 1/3 വിളകളും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ കരുതലായി അവർ വീടുകളോട് ചേർന്നുള്ള കളപ്പുരകളിൽ സൂക്ഷിക്കുന്നു. ബാക്കിയുള്ളത് തടിവണ്ടികളിൽ കയറ്റി കുന്നിൻ്റെ ചെരുവിലൂടെ പ്രധാന പാതയിലേക്കും തുടർന്ന് കേതിരി പട്ടണത്തിലേക്കും കൊണ്ടുപോകുന്നു. കച്ചവടക്കാരും നഗരവാസികളും ഒരുപോലെ കാത്തിരിക്കുന്ന കുമാരുവിലെ ജനങ്ങൾ എത്തുമ്പോൾ നഗരം സജീവമാകുന്നു. കേതിരിയിലെ തിരക്കേറിയ ചന്തയിൽ തങ്ങളുടെ വിളകൾ പണത്തിനും സാധനങ്ങൾക്കും വേണ്ടി കച്ചവടം ചെയ്യുന്നു. അവർ അവശ്യ സാധനങ്ങൾ വാങ്ങുന്നു. പാചകം ചെയ്യാനുള്ള കളിമൺ പാത്രങ്ങൾ, മരത്തിൽ കൊത്തിയെടുത്ത ഗ്ലാസുകൾ, കപ്പുകൾ, തവികൾ, കത്തികൾ മുതലായവ വാങ്ങുന്നു. പല നിറത്തിലുള്ള പുതിയ ഉടുപ്പുകളും തടികൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങളും കാണുമ്പോൾ കുട്ടികളുടെ കണ്ണുകൾ തിളങ്ങുന്നു. കർഷകർ അവരുടെ വയലിലേക്കുള്ള ഉപകരണങ്ങൾ, ഭക്ഷണത്തിനാവശ്യമായ സുഗന്ധദ്രവ്യങ്ങൾ, ഭക്ഷണം സംരക്ഷിക്കുന്നതിന് ഉപ്പ് എന്നിവയും, സ്ത്രീകൾ പ്രകൃതിദത്ത ചേരുവകളാൽ നിർമ്മിച്ച ലളിതമായ സൗന്ദര്യവർദ്ധക വസ്തുക്കളും വാങ്ങുന്നു. വണ്ടി നിറയെ സാധനങ്ങൾ നിറച്ച് അടുത്ത 1 വർഷത്തേക്കുള്ള കരുതലുമായി അവർ താഴ്വരയിലേക്ക് മടങ്ങുന്നു. അവരുടെ ഹൃദയം സംതൃപ്തി നിറഞ്ഞതാണ്. വേനൽക്കാലം താഴ്വരയിലെ ആഘോഷങ്ങളുടെ കാലമാണ്. വിളകൾ വിറ്റ് അവശ്യ വസ്തുക്കൾ നിറച്ചു കഴിഞ്ഞാൽ കുമാരുവിലെ ജനങ്ങൾ ആഹ്ലാദിക്കാൻ ഒത്തുകൂടുന്നു. വരണ്ട വയലുകൾ കുട്ടികളുടെ കളിസ്ഥലമായി മാറുന്നു. അവരുടെ ചിരി പരമ്പരാഗത സംഗീതോപകരണങ്ങളുടെ ശബ്ദവുമായി ഇടകലരുന്നു. സ്ത്രീകളും പുരുഷന്മാരും നൃത്തങ്ങൾ അവതരിപ്പിക്കുന്നു. അവർ മത്സരങ്ങളും പോരാട്ടങ്ങളും നടത്തുന്നു. വേനൽക്കാലത്ത് താഴ്വരയിലെ ആളുകൾ ഗോതമ്പും ചോളവും ഉപയോഗിച്ച് മദ്യമുണ്ടാക്കുന്നു. താഴ്വരയിലെ ആളുകളുടെ മറ്റൊരു വിനോദം വേട്ടയാടലാണ്. അവർ അടുത്തുള്ള കാട്ടിൽ നിന്നും മാനുകളെയും കാട്ടുപന്നുകളെയും വേട്ടയാടി പിടിക്കുന്നു. അതിന്റെ മാംസം ഭക്ഷണത്തിനായി ഉപയോഗിക്കുകയും ബാക്കി വരുന്നത് ഉണക്കി സൂക്ഷിക്കുകയും ചെയ്യുന്നു. അവയുടെ തോലുപയോഗിച്ച് കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും വീട്ടുപകരണങ്ങളും നിർമ്മിക്കുന്നു. വറുത്ത മാംസം കഴിച്ചും മദ്യം കുടിച്ചും ചുറ്റും കൂടിയിരുന്ന് കഥകൾ പറയുകയും പാട്ടുകൾ പാടുകയും ചെയ്യുന്നു. കുമാരുവിലെ വിവാഹങ്ങളെല്ലാം നടക്കുന്നത് ഈ സമയത്താണ്. തലമുറകളായി ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടിരുന്ന താഴ്വരയുടെ ജീവിതം 3 വർഷങ്ങൾക്ക് മുമ്പ് നിലച്ചു. അതൊരു വേനൽക്കാലമായിരുന്നു. താഴ്വരയിൽ ആഘോഷങ്ങൾ സജീവമായിരുന്നു. അന്നായിരുന്നു മാരുതന്റെയും ലോമിറയുടെയും വിവാഹം. മനോഹരമായി അലങ്കരിച്ച പന്തൽ ലോമിറയുടെ വീടിന്റെ മുറ്റം മുതൽ പാശിവന്റെ വയലുവരെ പരന്നു കിടക്കുന്നു. ഉണങ്ങിയ പുല്ലുകൊണ്ട് മറച്ച അതിന്റെ വശങ്ങളും മേൽക്കൂരയും സ്വർണം, ഓറഞ്ച്, വെള്ള എന്നീ നിറങ്ങളിലുള്ള വേനൽക്കാല പൂക്കൾ കെട്ടിയ പൂമാലകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. 500-ലധികം ആളുകൾ ഒത്തുചേർന്നിട്ടുണ്ട്. പുതുതായി വിളവെടുത്ത ധാന്യങ്ങളുടെയും കാട്ടുപൂക്കളുടെയും മാംസം വറുത്തതിന്റെയും സുഗന്ധം അന്തരീക്ഷത്തിൽ കലർന്നു. പന്തലിന്റെ നടുക്കായി വെയിലത്തുണക്കിയ കളിമണ്ണുകൊണ്ട് നിർമ്മിച്ച വട്ടത്തിലുള്ള ഒരു മേശ. അതിന്റെ ഉപരിതലം വെള്ളയും ചുവപ്പും കലർന്ന സങ്കീർണമായ ഒരു ചിത്രം വരച്ചിരിക്കുന്നു. മേശയ്ക്ക് പിന്നിലായി തടികൊണ്ടുള്ള 2 പീഠങ്ങൾ മാരുതിനെയും ലോമിറയും കാത്തിരുന്നു. കേതിരിയിൽ നിന്നും നെയ്തു കൊണ്ടുവന്ന മുത്തുകൾ പിടിപ്പിച്ച ചുമന്ന വസ്ത്രത്തിനുള്ളിൽ തിളങ്ങി ലോമിറ പന്തലിലേക്ക് വന്നു. പുതുതായി പറിച്ചെടുത്ത ഡെയ്സി പൂക്കളും ജമന്തി പൂക്കളും കൊണ്ട് നിർമ്മിച്ച അവളുടെ കിരീടം അവളുടെ മുഖത്ത് ഒരു പ്രകാശവലയം തീർത്തു. അവൾക്കു പിന്നിലായി ഗ്രാമത്തിലെ സ്ത്രീകൾ അവളുടെ പുതിയ ജീവിതത്തിലേക്കുള്ള യാത്രയെ അനുഗ്രഹിക്കാൻ ഉദ്ദേശിച്ചുള്ള ഹോളാർ ഗാനം പാടി. പന്തലിന്റെ മറുവശത്തായി നീളമുള്ള പരമ്പരാഗതമായ ചുവന്ന വിവാഹ വസ്ത്രം ധരിച്ച് മാരുതൻ നിന്നു. കാട്ടുറോസാപ്പൂക്കളുടെ കിരീടമാണ് അവൻ ധരിച്ചത്. ആചാരപരമായിരുന്ന കുന്തങ്ങൾ വഹിച്ചിരുന്ന അവന്റെ സഹോദരങ്ങൾ ചുറ്റുമുണ്ടായിരുന്നു. പുരാതന ചിഹ്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് താഴ്വരയിലെ വയസ്സൻ പുരോഹിതൻ വയോരൻ വധൂവരന്മാരെ പീഠത്തിലേക്ക് ആനയിച്ചിരുത്തി. സ്ത്രീധനം എണ്ണി നോക്കിക്കൊണ്ടാണ് ചടങ്ങ് ആരംഭിച്ചത്. ലോമിറയുടെ പിതാവ് രുദേയൻ പുരോഹിതന്റെ മുന്നിലായി നിന്നു. ഗ്രാമവാസികൾ 300 ആടുകളെ പന്തലിലേക്ക് നയിച്ചു. പുരോഹിതൻ ഓരോ ആടുകളെയും ഉച്ചത്തിൽ എണ്ണി. അവസാന ആടിനെയും എണ്ണി തീർത്തപ്പോൾ ജനക്കൂട്ടം ആർപ്പ് വിളിച്ചു. ഇത് വധുവിന്റെ കുടുംബത്തിന്റെ വഴിപാട് വരൻ സ്വീകരിച്ചതിനെ സൂചിപ്പിക്കുന്നു. പുരോഹിതൻ സ്ത്രീധനത്തിന്റെ ആചാരമായ തവിട്ട് നിറത്തിലുള്ള തുണിമടക്കി ഒരു പാത്രത്തിൽ വെച്ച് മാരുതന് നൽകി. തുടർന്ന് തീയും ഗന്ധമുള്ള പുകയും പുറപ്പെടുവിക്കുന്ന ഔഷധങ്ങളും അടങ്ങിയ ഒരു ചെറിയ മൺപാത്രം കളിമൺ മേശയിൽ വെച്ചു. ഡ്രമ്മുകളുടെയും പുല്ലാങ്കുഴലുകളുടെയും താളത്തോടെ ഗ്രാമവാസികൾ നൃത്തം ആരംഭിച്ചു. അവരുടെ ചലനങ്ങൾ വേഗത്തിലായപ്പോൾ മൺപാത്രങ്ങളിൽ നിന്നും തീജ്വാലകൾ ഉയർന്നു. ഔഷധ സസ്യങ്ങൾ പൂർണ്ണമായും കരിഞ്ഞുപോയതിന്റെ അടയാളമായി പുക വെള്ളയിൽ നിന്നും മങ്ങിയ ചുവപ്പായി മാറിയപ്പോൾ പുരോഹിതൻ അവരുടെ ഐക്യം പൂർണ്ണമായും പ്രഖ്യാപിച്ചു. ദമ്പതികളെ അനുഗ്രഹിക്കുന്നതിനായി ഗ്രാമവാസികൾ ആഹ്ലാദിക്കുകയും കൈയടിക്കുകയും ചെയ്തു. ദായുവും ലാമിയും അല്പം അകലെയായി കൈകൾ ചേർത്ത് പിടിച്ചു നിന്ന് ഈ കാഴ്ചകൾ കാണുന്നുണ്ട്. ഓരോ ചടങ്ങ് കഴിയുമ്പോഴും അവർ പരസ്പരം നോക്കി ചിരിച്ചു. വിരുന്നിനായ ആളുകൾ പന്തലിൽ തയ്യാറാക്കിയിരുന്ന ഇരിപ്പിടങ്ങളിൽ ഇടം പിടിച്ചു. ഗോതമ്പും ചോളവും കൊണ്ടുണ്ടാക്കിയ റൊട്ടിയും കാട്ടുമസാലകൾ ചേർത്ത് വറുത്ത മാംസവും വിളമ്പി. കളിമൺ പാത്രങ്ങളിൽ മദ്യവും പുളിപ്പിച്ച പഴങ്ങളും തേനും ഉപയോഗിച്ചുണ്ടാക്കിയ പാനീയങ്ങളും വിളമ്പി.
ഭക്ഷണത്തിന് ശേഷം അശ്മിനും മാനിയും യാമിയും പന്തലിന്റെ ഒരരികിലായിരുന്നു. അവർ ലാമിയുടെയും ദായുവിന്റെയും കല്യാണം നടത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. യാമി പറഞ്ഞു, അടുത്ത കൊയ്ത്ത് കഴിഞ്ഞ് നടത്താം. കഴിഞ്ഞ 2 വർഷവും നല്ല വിളയുണ്ട്. കളപ്പുര ഇപ്പൊ തന്നെ നിറഞ്ഞു. ഈ വർഷം വടക്കേ കണ്ടത്തിൽ കൂടെ കൃഷി ചെയ്താൽ 1000 പേർക്ക് വിരുന്നു കൊടുക്കാം. അശ്വിനും മാനിയും അത് സമ്മതിച്ചു. യാമി തുടർന്നു, 200 ആടുകളും 4 പറ കണ്ടവും. അത് കേട്ടുകൊണ്ട് ലാമിയും ദായുവും അവരുടെ അടുത്തേക്ക് വന്നു. ദായു പറഞ്ഞു, ആടുകളും വേണ്ട, കണ്ടവും വേണ്ട. 500 ആളുകളുണ്ട് ഇവിടെ. ഈ പന്തലിൽ വെച്ച് ഇപ്പോൾ തന്നെ നടത്താം. അവനെ കളിയാക്കിക്കൊണ്ട് ലാമി പറഞ്ഞു, അത് പറ്റില്ല. എന്റെ കല്യാണത്തിന് ഇതിനേക്കാൾ വലിയ പന്തല് വേണം. എന്റെ വീട്ടുമുറ്റത്ത് നിന്നും സമിതോറിന്റെ വയലുവരെയുള്ള വലിയ പന്തൽ. പ്രഗന്ധയിൽ നിന്നും കൊണ്ടുവന്ന 30 ആനകൾ വേണം. സ്വർണം കൊണ്ടുള്ള കിരീടം വേണം. കേതിരിയിലെ നരോദിമൻ തുന്നിയ വെള്ളക്കല്ല് പിടിപ്പിച്ച ഉടുപ്പ് വേണം. അല്ലാതെ ഞാൻ സമ്മതിക്കില്ല. അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും ഓടിപ്പോയി. ദായു അവളുടെ പിന്നാലെ ഓടി. അശ്മിനും മാനിയും യാമിയും അവരെ നോക്കി ചിരിച്ചു. വിരുന്നിന് ശേഷം ഗ്രാമവാസികൾ ഒരിക്കൽ കൂടി ഒത്തുകൂടി. ഭൂമിയെ ബന്ധിപ്പിക്കുന്ന അവസാന ചടങ്ങിനായി. ദമ്പതികൾ പരസ്പരം മാത്രമല്ല, അവരെ നിലനിർത്തിയ ഭൂമിയുമായുള്ള ഐക്യത്തെ പ്രതീകപ്പെടുത്തുന്ന ഒരു ആചാരമാണത്. എല്ലാവരും ചേർന്ന് വധുവിനെയും വരനെയും വയലിലേക്ക് നയിച്ചു. മണ്ണിൽ മുട്ടുകുത്തി കൈകൂപ്പി നിന്ന മാരുതനും ലോമുരയ്ക്കും ചുറ്റും ഗ്രാമവാസികൾ വട്ടമിട്ടു. 2 തടിപ്പെട്ടികളുമായി വിയോരൻ അടുത്തേക്ക് വന്നു. ഒന്നിൽ ഗോതമ്പ് വിത്തുകളും മറ്റൊന്നിൽ ധാന്യമണികളും ഉണ്ടായിരുന്നു. ലോമിറ ഒരു പിടി ഗോതമ്പെടുത്തു, മാരുതൻ ധാന്യവും. അവരൊരുമിച്ച് വിത്ത് വയലിൽ ഉടനീളം വിതറി. പിന്നെ കൈകൾ ഇഴചേർത്ത് നിലത്ത് ഒരു ചെറിയ കുഴി കുഴിച്ച് അവരുടെ പുഷ്പകിരീടങ്ങൾ മണ്ണിൽ കുഴിച്ചിട്ടു. പ്രകൃതിയുടെ സൗന്ദര്യം ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പെട്ടെന്ന് മുന്നറിയിപ്പില്ലാതെ ആകാശം ഇരുണ്ടു. അഗാധമായ ഒരു ഭൂകമ്പ ശബ്ദം അന്തരീക്ഷത്തിൽ നിറഞ്ഞു. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് വരുന്ന ഒരു ശബ്ദം പോലെ. ഒരു വലിയ നിഴൽ തലയ്ക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ കണ്ണുകളും അങ്ങോട്ട് തിരിഞ്ഞു. ഒരു വലിയ പക്ഷി, അതിന്റെ ചിറകുകൾ ആകാശത്ത് പരന്നു കിടക്കുന്നു. അതിന്റെ കറുത്ത തൂവലുകൾ തിളങ്ങുന്നു. കണ്ണുകൾ സൂര്യനെ പോലെ ജ്വലിച്ചു. അതിന്റെ നോട്ടം തുളച്ചു കയറുന്നതാണ്. പക്ഷിയുടെ കരച്ചിൽ വിനാശത്തിന്റെ ശബ്ദമായിരുന്നു. അത് എല്ലാവരുടെയും ഉള്ളിൽ ഭയമുളവാക്കി. ഗ്രാമവാസികൾ മരവിച്ചു നിന്നു. അവരുടെ സന്തോഷത്തിനു പകരം ഭീകരത നിറഞ്ഞു. ഭയത്താൽ വിടർന്ന കണ്ണുകളോടെ ലാമി അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. വിയോരന്റെ കൈകൾ വിറച്ചു. വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അയാൾ പറഞ്ഞു, നരൂപി. ആ പേര് കേട്ടവരെല്ലാം ഞെട്ടി. അവരുടെ ഉള്ളിലെ ഭയം ഇരട്ടിച്ചു. നരൂപി നാശത്തിന്റെ പക്ഷിയാണ്. അതിന്റെ ക്രോധത്തിന്റെ കഥകൾ നൂറ്റാണ്ടുകളായി പറയപ്പെട്ടിരുന്നു. പണ്ട് കേതിരി രാജ്യത്തെ മാനവന്മാർ ആക്രമിക്കുന്നതിന് മുൻപ് രാജ്യത്തിന് മുകളിലായി ഈ പക്ഷി പറന്നതും പിന്നീട് രാജ്യത്ത് ദുരന്തമുണ്ടായതിന്റെയും കഥകൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നാൽ അവർ അതിനെ ആദ്യമായാണ് കാണുന്നത്. നാടിന്റെ സംരക്ഷണത്തിനായി വിയോരൻ പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങി. ഗ്രാമവാസികളെല്ലാം ചേർന്ന് അത് ഏറ്റുചൊല്ലി. നരൂപിയുടെ രൂപം ഒരടയാളമായിരുന്നു, വരാനിരിക്കുന്ന വിപത്തുകളുടെ മുന്നറിയിപ്പ്. പക്ഷി ദൂരേക്ക് അപ്രത്യക്ഷമായപ്പോൾ വയലിന്റെ അറ്റത്ത് പടർന്നു പന്തലിച്ചു നിന്ന ഒരു മരം കത്തുവാൻ തുടങ്ങി.